ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. നമ്മുടെ പ്രാർത്ഥന വിഷയങ്ങൾ എന്തുകൊണ്ടാണ് നമുക്ക് ദൈവം സാധിച്ചു തരാത്തത്? ദൈവത്തിൻ്റെ ആലോചനപ്രകാരം, ദൈവത്തിൻ്റെ ഇഷ്ടപ്രകാരം നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ അതിന് എത്രയും പെട്ടെന്ന് മറുപടി ലഭിക്കും. ഹന്നയുടെ പ്രാർത്ഥന വിഷയം നമുക്കറിയാം. അതിൻ്റെ പ്രതിയോഗി ഹന്നയെ വിഷമിപ്പിച്ചുകൊണ്ടിരുന്നപ്പോൾ അവിടെയൊക്കെയും ഹന്ന ദൈവാലയത്തിൽ വന്ന് പ്രാർത്ഥിച്ചു. 1-ാം അധ്യായം ഹന്നയുടെ കഷ്ടപ്പാട് മുഴുവൻ വിവരിക്കുമ്പോൾ ആ അധ്യായത്തിൽ തന്നെ 1-ാം അധ്യായത്തിൽ തന്നെ ഹന്നയുടെ വിടുതൽ അവിടെ ലഭിക്കുന്നതായിട്ട് കാണാനായിട്ട് സാധിക്കും. പിന്നീടുള്ള എല്ലാ അധ്യായങ്ങളും ഹന്നയുടെ പ്രാർത്ഥന വിഷയം ഫുൾഫിൽ ചെയ്തതിൻ്റെ, അതിൻ്റെ റിസൾട്ട് കിട്ടിയതിൻ്റെ ഭാഗമായിട്ട് മാറുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. കാരണം ഹന്ന എന്തിനു വേണ്ടി പ്രാർത്ഥിച്ചു, അത് ദൈവം അവൾക്ക് സാധിച്ചു കൊടുത്തു. ആ പ്രാർത്ഥന വിഷയം, അതിൻ്റെ റിസൾട്ട് ഹന്നയ്ക്ക് വേണ്ടി ലഭിച്ചപ്പോൾ, ആ ശമൂവേൽ പ്രവാചകൻ എന്ന ആ ബാലനെ ഹന്നയ്ക്ക് ലഭിച്ചപ്പോൾ, ആ ബാലൻ്റെ പേരിൽ 2 ബുക്കുകളോളം ബൈബിളിൽ എഴുതുവാനായിട്ട് ദൈവം ഇടയാക്കി തീർത്തു. നമ്മുടെ പ്രാർത്ഥന, നമ്മുടെ വിഷയങ്ങൾ എന്ത് തന്നെയാണെങ്കിലും അത് 1-ാം അധ്യായത്തോടു കൂടി തീരും. പക്ഷേ അതിൻ്റെ റിസൾട്ട് എന്ന് പറയുന്നത്, അതിന് ദൈവം തരുന്ന മറുപടി എന്ന് പറയുന്നത് നാളുകളിൽ ചരിത്രമായി മാറും. പ്രാർത്ഥിക്കുന്ന ഓരോ വ്യക്തികൾക്ക് വേണ്ടിയിട്ടും ദൈവം വെച്ചിരിക്കുന്ന ആ വിടുതൽ, അത് ഈ നാളുകളിൽ ലഭിക്കുവാൻ തക്കവണ്ണം എല്ലാവരും ദൈവം സഹായിക്കട്ടെ. ആമേൻ.